നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി സാമുദായിക മത സംഘടനകളുടെ വോട്ടുകൾ ശേഖരിക്കുവാനുള്ള തിടുക്കത്തിൽ തന്നെയാണ് കേരളത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളും. കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു SNDPയുടെയും NSSൻ്റെയും ഒക്കെ പിന്തുണ കോൺഗ്രസിനാണെന്നും കോൺഗ്രസിലെ ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണമെന്ന ആശയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പുറത്തു വന്നത്. NSSൻ്റെ പരിപാടിയിലും SNDPയുടെ പരിപാടിയിലുമൊക്കെ രമേശ് ചെന്നിത്തലയെ ഉദ്ഘാടകനായി കൊണ്ടുവന്നതോടുകൂടി കോൺഗ്രസിനുള്ളിൽ അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന തരത്തിലേക്കുള്ള വാദങ്ങളൊക്കെ ഉയർന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ വാർത്തയിൽ ഇടം പിടിക്കത്തക്ക തരത്തിൽ SNDP മറ്റൊരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ ചുവടുവയ്പിൽ രാഷ്ട്രീയപരമായ പല മാറ്റങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഈഴവ വിഭാഗത്തിൻ്റെ വോട്ടുകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട് SNDP നേതൃത്വത്തെ അടക്കം വിമർശിച്ച CPM അവരുമായി വീണ്ടും കൈകോർക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തൽസ്ഥാനത്ത് 3 പതിറ്റാണ്ടായി പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർത്തല യൂണിയൻ സംഘടിപ്പിക്കുന്ന സ്വീകരണ പരിപാടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നത്. ചടങ്ങിൽ മുഖ്യമന്ത്രിക്ക് പുറമെ ചേർത്തല MLAയും മന്ത്രിയുമായ P. പ്രസാദ്, മന്ത്രിമാരായ സജി ചെറിയാൻ, P. രാജീവ്, VN വാസവൻ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. BDJS രൂപീകരണത്തിന് ശേഷം ആദ്യമായാണ് SNDP യോഗം ഔദ്യോഗികമായി ഒരുങ്ങുന്ന വേദിയിൽ യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിക്ക് സ്വീകരണം നൽകാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തുന്നത്. പാർട്ടി രൂപീകരണത്തിന് ശേഷം BJP സംസ്ഥാന നേതാക്കളുമായി അകൽച്ചയിലാണെങ്കിലും കേന്ദ്ര നേതൃത്വവുമായി വെള്ളാപ്പള്ളിയും തുഷാറും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 11 വൈകിട്ട് 4 ചേർത്തല ബോയ്സ് ഹൈസ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ BJP സംഘപരിവാർ വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന നേതാക്കൾക്കും മന്ത്രിമാർക്കും ക്ഷണമില്ലെന്നും രാഷ്ട്രീയമായി കൗതുകമുയർത്തുന്ന പ്രത്യേകതയാണ്. സംസ്ഥാനത്ത് നിന്നും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം ലഭിച്ച സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവർക്കും പുറമെ ഈഴവ വിഭാഗത്തിൽ നിന്നുമുള്ള മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരനെയും ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനെയും ചടങ്ങിന് ക്ഷണിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവലോകനത്തിൽ ഈഴവ വോട്ടുകളുടെ ഗൗരവമായ ചോർച്ച CPM വിലയിരുത്തിയിരുന്നു. SNDPയിലുള്ള CPM കേഡറുകൾ സജീവമാക്കാൻ പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനു പുറമെ സംഘടനാ സംവിധാനത്തെ അഴിച്ചുപണിയുവാനുള്ള സമ്മേളനങ്ങളുടെ ഭാഗമായ പാർട്ടി സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സംഘടിപ്പിച്ചതും ഈഴവ വിഭാഗങ്ങളിലേക്ക് വീണ്ടും സ്വാധീനം ഉറപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു. CPMൻ്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴുകയും വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നതും അപകടകരമായ രാഷ്ട്രീയ സൂചനയായാണ് നിൽക്കുന്നതെന്ന് CPM സംസ്ഥാന കമ്മിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെ മഞ്ഞുരുക്കൽ ചർച്ച നടന്നുവെന്നും സൂചനകളുണ്ട്. BDJSൻ്റെ രൂപീകരണം ഉണ്ടാവുകയും അവർ NDAയുടെ ഘടകകക്ഷികളായി മാറുകയും ചെയ്യുന്നതോടെ SNDPയിലേക്ക് എത്തിപ്പെട്ട BJPയും സംഘപരിവാറും അവരുടെ വോട്ടുകൾ മാത്രമല്ല ഈഴവ വിഭാഗത്തെ ആകമാനം ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായും യോഗം നേതൃത്വത്തിനും ശിവഗിരി മഠത്തിനും ആശങ്കകളുണ്ട്. രാഷ്ട്രീയ പാർട്ടിയായ BDJSന് കാര്യമായ ഒരു പരിഗണനയും NDAയിൽ ലഭിച്ചിട്ടുമില്ല. ഈഴവ വോട്ടുകൾ മാത്രം ലക്ഷ്യം വെച്ച BDJSനെ തങ്ങളോട് അടുപ്പിച്ച് നിർത്തുകയെന്ന തന്ത്രം മാത്രമാണ് സംഘപരിവാറിനുള്ളത്. വെള്ളാപ്പള്ളിയുടെയും തുഷാറിൻ്റെയും വിവിധ കേസുകൾ പിടിവള്ളിയാക്കിയാണ് BJP കേന്ദ്ര നേതൃത്വം BDJSനെ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നീക്കം BJPയെ ചൊടിപ്പിക്കുവാനും ഇടയുണ്ട്. BJP കേന്ദ്ര നേതൃത്വത്തെ പിണക്കാതെ SNDPയിലെ അംഗങ്ങൾക്ക് സംഘപരിവാർ ബന്ധം അപകടകരമാണെന്ന സന്ദേശം ഇടതുപക്ഷത്തെ കൊണ്ട് കൊടുപ്പിക്കുവാനുള്ള വെള്ളാപ്പള്ളിയുടെ ശ്രമമായും സ്വീകരണ പരിപാടി വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ചോർന്നു പോകുന്ന വോട്ടുകളെ തിരിച്ചുപിടിക്കുവാൻ വേണ്ടിയുള്ള ഇടതുപക്ഷത്തിൻ്റെ നീക്കമായിട്ടാണോ ഇത്തരത്തിലുള്ള ഒരു സന്ധിചേരൽ SNDPയുമായി നടത്തുന്നത് എന്ന ഒരു ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ വാർത്ത കുറച്ച് പ്രതീക്ഷകൾ നൽകുന്നുണ്ട് ഇടതുപക്ഷത്തെ സംബന്ധിച്ച്. അതിനേക്കാൾ അപ്പുറത്തേക്ക് BDJSന് ആശങ്കയും. എന്തായാലും കാത്തിരുന്ന് കാണണം രാഷ്ട്രീയ കേരളത്തിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നറിയാൻ.